പാറകെട്ടിയിൽ നിന്നും വിശ്രമത്തിനു ശേഷം ഭക്തർ പുണ്യനദിയായ അഴുതാ നദിക്കരയിലെത്തുന്നു. പ്രകൃതി സൗന്ദര്യത്താൽ കനിഞ്ഞനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ് അഴുതാ നദിക്കര. വനങ്ങളിലൂടെ അഗാധമായ മലയിടുക്കുകളും പാറക്കെട്ടുകളും തട്ടി ഒഴുകി വരുന്ന അഴുതയിലുള്ള സ്നാനം ഭക്തർക്ക് മനസ്സിന് സന്തോഷവും ശരീരത്തിന് സ്വാസ്ഥ്യവും നൽകുന്നു. പണ്ടുകാലത്ത് എരുമേലിയിൽ നിന്നും പുറപ്പെടുന്ന ഭക്തർ കാട്ടിലൂടെ സഞ്ചരിച്ച് അഴുതാ നദിക്കരയിലെത്തി അവിടെ തങ്ങുകയായിരുന്നു പതിവ്. പിറ്റേന്ന് പ്രഭാതത്തിലായിരുന്നു ഇവിടെ നിന്നുമുള്ള യാത്ര. അഴുതയിലെ സ്നാന സമയത്ത് ഭക്തർ മുങ്ങി ഒരു കല്ലെടുക്കണമെന്നാണ് ആചാരം. കല്ലിടാം കുന്നിൽ നിക്ഷേപിക്കാൻ വേണ്ടിയാണ് ഇതെടുക്കുന്നത്. അതിന്റെ ചടങ്ങ് ഇങ്ങനെയാണ്. ഭക്തിപൂർവം അഴുതയിൽ മുങ്ങി കല്ലെടുക്കുന്നു. ഈ കല്ല് കൂടെയുള്ള ഗുരുസ്വാമിക്ക് സമർപ്പിക്കണം. അതിനുശേഷം ഗുരുസ്വാമിയിൽ നിന്നും കല്ല് തിരികെ വാങ്ങുന്നു. ഈ വിധം കല്ല് തിരികെ വാങ്ങുമ്പോൾ ഗുരുസ്വാമിക്ക് ദക്ഷിണയും നൽകണം. ശബരിമല ദർശനത്തിന് മാലയിടുന്ന ഭക്തർ 8 തവണയാണ് ഗുരുദക്ഷിണ സമർപ്പിക്കേണ്ടത്. അതിലൊന്ന് ഈ അഴുതാ നദിയിൽ വെച്ചാണ് നിർവഹിക്കപ്പെടുന്നത്. അഴുതയിലെ കുളിയും വിശ്രമവും കഴിഞ്ഞ് ഭക്തർ വീണ്ടും തങ്ങളുടെ തീർത്ഥയാത്ര ആരംഭിക്കുകയായി. അഴുതാമേട് കയറുക എന്നതാണ് ഇനി അങ്ങോട്ടുള്ള യാത്ര. അഴുതാമേട് കയറ്റം ഏതാണ്ട് കഠിനമായത് തന്നെയാണ്. പാറയിടുക്കുകളും കുത്തനെയുള്ള കയറ്റവും ഭക്തരെ ശാരീരികമായി ക്ഷീണിപ്പിക്കാൻ പര്യാപ്തമാണ്. മഹിഷി മർദ്ദനനായ മണികണ്ഠൻ ശബരിമലയിലേക്ക് യാത്ര ചെയ്ത കഥയെ ഓർമ്മിപ്പിക്കുന്നതാണ് പരമ്പരാഗത കാനനപാതയിലൂടെയുള്ള യാത്ര. ഇതിന്റെ സ്മരണയ്ക്കു വേണ്ടിയാണത്രേ ഈ പാതയിലൂടെ ഭക്തർ യാത്ര നടത്തുന്നത്. ശബരി എന്ന താപസിയുടെ ആശ്രമത്തിന് സമീപത്തായുള്ള ശാസ്താക്ഷേത്രം മറവപ്പട കൊള്ളയടിച്ചു. ക്ഷേത്രം പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തണമെന്ന് അയ്യപ്പൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടിയാണ് കൊച്ചുകടുത്തയുടെയും വാവരുടെയും നേതൃത്വത്തിൽ മണികണ്ഠൻ ഈ പാത വഴി എരുമേലിയിൽ നിന്നും ശബരിമലയിലേക്ക് യാത്ര ചെയ്തതെന്നാണ് പഴമ. വാവരുടെയും കൊച്ചുകടുത്തയുടെയും നേതൃത്വത്തിൽ മണികണ്ഠൻ മറവപ്പടയുടെ തലവൻ ഉദയനന്റെ കോട്ട തകർത്തു. ഉദയനനെ വധിച്ചു. തലപ്പാറമലയിൽ തമ്പടിച്ച തസ്കര സംഘങ്ങളെയും തുരത്തിയോടിച്ചു. മറവപ്പടയുടെ തലവനായ ഉദയനൻ മരിച്ചതോടെ പടയിലെ മറ്റംഗങ്ങൾ അയ്യപ്പ തൃപ്പാദത്തിൽ തങ്ങളുടെ ആയുധങ്ങൾ സമർപ്പിച്ച് കീഴടങ്ങുകയായിരുന്നു. ശരണം വിളിച്ച് കയറ്റം കയറി വരുന്നവർ ഉച്ചത്തിൽ മുഴക്കുന്ന ശരണം വിളി കാനനത്തിലാകെ അലയടിക്കുന്നുണ്ടാവും. മുൻപിലെയും പിൻപിലെയും സംഘങ്ങളെ ശരണം വിളിയുടെ മുഴക്കത്തിൽ മനസ്സിലാക്കാവുന്നതുമാണ്.